ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ലോകാഭിരാമം രണരംഗതീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാനന്ദം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. നമസ്കാരം. സൂര്യചന്ദ്രന്മാരെ പോലെ പ്രകാശം രാമകഥയുടെ നിറനിലാവിലേക്ക് ഏവർക്കും സ്വാഗതം. രോഗഭീതിയുടെ നിഴലിൽ ബാല്യം ഇന്ന് വീട്ടുതടങ്കലിലാവുമ്പോൾ വീണ്ടെടുപ്പിന് ഒരുങ്ങി ബാലഗോകുലം. കേരള ബാല്യത്തിന് കിളിപ്പാട്ടിൻ്റെ തലോടലുമായി പരമേശ്വരിയും രാമായണ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗോകുലത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും രാഘവീയം 2020 നടത്തപ്പെടുന്നു. രാമായണ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന സഭയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സജ്ജനങ്ങളെ, രാഘവീയം 2020 എന്ന ഈ രാമായണ മേളയുടെ ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിക്കപ്പെടുകയാണല്ലോ. ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെമ്പാടും നടത്തപ്പെടുന്ന രാമായണ മേളയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഇതോടനുബന്ധിച്ചാണല്ലോ വൃന്ദാവനം ശ്രീമഹേശ്വരി ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ പരിപാടി ഇവിടെ നടത്തപ്പെടുന്നത്. കർക്കിടക മാസം രാമായണ മാസം എന്നതിലേക്ക് കേരളീയർ എത്തിച്ചേർന്നു. ഇതിൻ്റെ പ്രവർത്തകരുടെ അക്ഷീണമായ പ്രയത്ന ഫലം കൂടിയാണ് ഇത്. കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്ന ദുഷ്പേരിൽ നിന്നും രാമായണ മാസം എന്ന സത്പേരിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് നമ്മൾ വിശ്വാസികളാണ്. ഈ പരിപാടിയിൽ വിവിധ ഇനങ്ങളിൽ രൂപം കൊണ്ടിട്ടുള്ള 2 ഇതിഹാസങ്ങളാണ് മഹാഭാരതവും രാമായണവും. അതിൽ വലിപ്പം കൊണ്ട് മഹാഭാരതവും ആദികാവ്യം എന്ന നിലയിൽ രാമായണവും ജനജീവിതത്തെ ആധ്യാത്മിക ജീവിതം നയിക്കുവാൻ പ്രേരണ നൽകിക്കൊണ്ടേയിരിക്കും. സനാതന ധർമ്മത്തിന്റെ ഇടാവിളക്കുകളാണ് ഈ 2 ഇതിഹാസങ്ങൾ. ഇതിൽ രാമായണത്തിൽ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു മനുഷ്യരൂപത്തിൽ ജന്മമെടുത്ത് ധർമ്മത്തിന്റെ വിഗ്രഹരൂപം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം